കൂത്തുപറമ്പ് രക്തസാക്ഷികൾ മരിക്കുന്നില്ല. കൂത്തുപറമ്പെന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികൾ എല്ലാം അമരന്മാരാണ്. പക്ഷേ കൂത്തുപറമ്പിൽ 5 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ പോലീസ് വെടിവെപ്പ്, അതിന് ആധാരമായ സമരത്തിൻ്റെ വിഷയങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാം മാറിയിരിക്കുന്നു. സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ നടത്തിയ സമരത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് മന്ത്രിയായിരുന്ന MV രാഘവനെ തടയാൻ DYFI തീരുമാനിച്ചതും കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത്. 5 യുവാക്കൾ, 5 DYFI പ്രവർത്തകർ വെടിയേറ്റ് മരിക്കുകയും പുഷ്പൻ വെടിയേറ്റ് ഏതാണ്ട് 30 വർഷത്തോളം ശയ്യ അവലംബിയായി കിടക്കുകയും അടുത്ത കാലത്ത് മരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് തലശ്ശേരി ASP ആയി ചാർജ് എടുത്ത് രവത ചന്ദ്രശേഖരൻ ചാർജ് എടുത്ത് തൊട്ടടുത്ത ദിവസമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. അതിൻ്റെ പേരിൽ സർക്കാർ മാറിയപ്പോൾ പ്രതിയാക്കപ്പെട്ട രവത ചന്ദ്രശേഖരൻ വേട്ടയാടപ്പെടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കേരള പോലീസിൻ്റെ പോലീസ് മേധാവിയായി നിയമിതനായപ്പോൾ ഒരു മധുര പ്രതികാരമാണ് രവത ചന്ദ്രശേഖരന് ഈ തിരിച്ചുവരവ്. വർഷങ്ങളായി കേന്ദ്ര സർവീസിൽ IBയിൽ സ്പെഷ്യൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന രവത കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു മധുര പ്രതികാരവും CPMന് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരവുമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. UPSC അംഗീകരിച്ച പട്ടികയിൽ 30 വർഷം പൂർത്തിയാക്കിയ 3 DGPമാരുടെ പേരുകളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും സീനിയറായ നിതിൻ അഗർവാൾ, രവത ചന്ദ്രശേഖരൻ, യോഗേഷ് ഗുപ്ത. യോഗേഷ് ഗുപ്തയുടെ കാര്യം മാത്രം പരാമർശിക്കാതെ CPM നേതാവ് P ജയരാജൻ ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും രവത ചന്ദ്രശേഖരൻ്റെ നിയമം രാഷ്ട്രീയ നിയമനമല്ലെന്നും അത് സർക്കാർ തീരുമാനമാണെന്നും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ തീരുമാനിച്ചതെന്നും, അതേസമയം നിതിൻ അഗർവാൾ അതേ കാലയളവിൽ തന്നെ കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകരെ ക്രൂരമായി ലോക്കപ്പ് മർദ്ദനം നടത്തിയ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും അതിനെക്കുറിച്ച് പാർട്ടിക്ക് പരാതിയുണ്ട് എന്നും എല്ലാം ഇന്ന് പ്രതികരിച്ചിരുന്നു. അപ്പോൾ മൂന്നാമനായ യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അത് സർക്കാരാണ് തീരുമാനിക്കുന്നത്, മറുപടി പറയേണ്ടത് സർക്കാരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം കൂത്തുപറമ്പ് രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തിരുത്തുകയാണ് CPM. സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള സമരം CPMും ഇടതുപക്ഷവും അവസാനിപ്പിച്ചു. വിദേശ സർവകലാശാലകൾക്ക് യഥേഷ്ടം സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കാനുള്ള അനുമതി നൽകിക്കഴിഞ്ഞു. അങ്ങനെ സ്വാശ്രയ രംഗത്ത്, സ്വകാര്യ രംഗത്ത് വിദ്യാഭ്യാസം കടന്നു വരുന്നതിനെതിരെയുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും അടിവരയിട്ടിരിക്കുകയാണ് CPM. അതുപോലെ തന്നെ MVR മന്ത്രിയായിരുന്ന MVR പാർട്ടി വിട്ട് CMB രൂപീകരിച്ച് UDFുമായി ചേർന്ന് അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ പരിയാരം മെഡിക്കൽ കോളേജും സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ എത്തുമ്പോൾ അദ്ദേഹം അവിടെ എത്തണമെന്ന് വാശി പിടിച്ചതും അദ്ദേഹത്തെ തടയും എന്ന് DYFI മുന്നോട്ട് വന്നതുമാണ് സംഘർഷങ്ങൾക്ക് വഴിവെച്ചത്. അങ്ങനെയാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന DYSP ഹക്കീം ബത്തേരിയും അന്ന് SP ആയിരുന്ന പത്മകുമാറും ASP ആയി ചാർജ് എടുത്ത രവത ചന്ദ്രശേഖരനും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനായി വെടിവെക്കേണ്ടി വന്നു. MVRനെ പിന്നീട് അറസ്റ്റ് ചെയ്യുക പോലും ഉണ്ടായി. MVRനെയും DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയെയും അറസ്റ്റ് ചെയ്തു. എന്നാൽ രവത ചന്ദ്രശേഖരനെ ഹൈക്കോടതി പിന്നീട് ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി. ഇതിനിടയിൽ MVRുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് CPM നേതാക്കൾ പിണറായി വിജയനടക്കം MVRനെ സന്ദർശിക്കുകയും അവസാന കാലത്ത് പാർട്ടി അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാകട്ടെ MVRൻ്റെ മകൻ നികേഷ് കുമാർ CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രധാന ക്ഷണിതാവാണ്. ക്ഷണിതാവല്ല, അദ്ദേഹം അംഗമായി തന്നെ മാറിക്കഴിഞ്ഞു.
പറഞ്ഞു വന്നത് മെറിറ്റ് അനുസരിച്ച് നോക്കിയാൽ, സീനിയോറിറ്റി അനുസരിച്ച് നോക്കിയാൽ നിയമപരമായി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പേരെടുത്ത ഉദ്യോഗസ്ഥരാണ് രവത ചന്ദ്രശേഖർ. അപ്പോൾ രവത ചന്ദ്രശേഖറിനെ കേരളത്തിൻ്റെ പോലീസ് ചീഫായി നിയമിച്ചതിലൂടെ പിണറായി സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിക്ക് പറ്റിപ്പോയ ഒരു പിഴവ് തിരുത്തുകയാണ്. അതേസമയം മറ്റൊരു പിഴവ് കൂടി സർക്കാർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക്, കേന്ദ്ര സർവീസിലേക്ക് മടങ്ങിപ്പോകാനായി ആവശ്യപ്പെട്ട യോഗേഷ് ഗുപ്തയ്ക്ക്, ഇപ്പോൾ ഈ 3 അംഗ പട്ടികയിൽ 3ാമനായ യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ഡയറക്ടർ സ്ഥാനം നിഷേധിച്ചത് മാത്രമല്ല, അദ്ദേഹത്തിന് NOC നൽകാതെ ഇപ്പോഴും സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ NOC ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പലവട്ടം കുറി അയച്ചെങ്കിലും അതിന് സർക്കാർ മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ യോഗേഷ് ഗുപ്തയെ പോലീസ് മേധാവിയാക്കില്ല എന്നത് ഉറപ്പായിരുന്നു. ഇതിന് കാരണമായി പറയുന്നത് 3 കാരണങ്ങളാണ്. ഒന്ന്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യ. PP ദിവ്യയുടെ അവിഹിത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം അനുമതി നൽകി. അത് സർക്കാരിനെ ചൊടിപ്പിച്ചു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിൻ്റെ കേസിൽ ഹൈക്കോടതി വിധി വന്നപ്പോൾ ആ കേസ് ഫയലുകൾ സർക്കാരിനോട് ആലോചിക്കാതെ CBIക്ക് കൈമാറി. 3ാമത്തെ വിഷയം, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം അന്വേഷിച്ച് അതിൽ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി. ഈ 3 കാരണങ്ങൾ കൊണ്ട് തന്നെ പിണറായി സർക്കാരിന് എല്ലാ അർത്ഥത്തിലും അനഭിമതനായി യോഗേഷ് ഗുപ്ത. പക്ഷേ യോഗേഷ് ഗുപ്ത കേന്ദ്രത്തിലേക്ക്, പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക് മടങ്ങിപ്പോകുന്നതിന് എന്തിനാണ് സംസ്ഥാന സർക്കാർ തടയിടുന്നത്? അത് ഏറെ സംശയകരമാണ്. കാരണം സംസ്ഥാന സർക്കാരുമായി, മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട പല കേസുകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാനിരിക്കെ യോഗേഷ് ഗുപ്തയെ പോലൊരാൾ കേന്ദ്രത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന ഒരു തോന്നൽ കൂടിയുണ്ട്. അപ്പോൾ ഒരേ സമയം പോലീസ് മേധാവിയാകാനുള്ള അവസരം യോഗേഷ് ഗുപ്തയ്ക്ക് നിഷേധിക്കുകയും എന്നാൽ കേന്ദ്ര സർവീസിലേക്ക് മടങ്ങിപ്പോകാനുള്ള അദ്ദേഹത്തിൻ്റെ അവസരം സർക്കാർ നിഷേധിക്കുകയുമാണ്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ പേരിൽ CPMഉം ഇടതു സർക്കാരുകളും വേട്ടയാടിയ ഒരു ഉദ്യോഗസ്ഥനെ പോലീസ് ചീഫാക്കി നിയമിക്കാൻ പിണറായി സർക്കാർ എടുത്ത ഈ തീരുമാനം എന്തായാലും അഭിനന്ദനാർഹമാണ്. കാരണം അഴിമതി ആരോപണങ്ങളോ മറ്റ് ആരോപണങ്ങളോ ഒന്നുമില്ലാത്ത സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് മേധാവിയാകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഘട്ടത്തിൽ സർക്കാരിനും ഇടതുപക്ഷത്തിനും ഗുണം ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.